പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യത കൊടുത്ത വ്യക്തിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. യേശു കർത്താവ് പ്രാർത്ഥിച്ചത്രയും നമ്മളാരും പ്രാർത്ഥിക്കുന്നില്ല. ആമേൻ. പ്രാർത്ഥന വീരൻ എന്ന് നമ്മൾ പറയുന്നവർ പോലും യേശു കർത്താവ് പ്രാർത്ഥിച്ചതിൻ്റെ അത്രയും പ്രാർത്ഥിക്കുന്നില്ല. യേശു കർത്താവ് പ്രാർത്ഥിച്ചത് പകലും മുഴുവൻ താൻ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ആമേൻ. ഹല്ലേലൂയ. നമ്മളൊക്കെ പകൽ മുഴുവൻ അധ്വാനിച്ച ശേഷം രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമല്ല. ആമേൻ. നമുക്കറിയാം, കർത്താവേ എൻ്റെ ശരീരം ബലഹീനമാണെന്ന് നിനക്കറിയാം. അതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ എൻ്റെ ശരീരം ബലഹീനമാണ് എന്ന് നിനക്കറിയാം, എൻ്റെ ആരോഗ്യം നിനക്കറിയാം, എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് നിനക്കറിയാം, അല്ലെങ്കിൽ ഉറക്കം വിളച്ചാൽ എൻ്റെ BP കൂടുമെന്ന് കർത്താവിനെ നിനക്ക് അറിയാം. പലപ്പോഴും നമ്മൾ നമ്മുടെ പരാധീനതകളും നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളുമൊക്കെ ദൈവസന്നിധിയിൽ നിരത്തിവെച്ച് നമ്മൾ പ്രാർത്ഥന കുറയ്ക്കുന്നവരാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു കർത്താവ് അങ്ങനെ അല്ലായിരുന്നു. പകൽ മുഴുവൻ, ആമേൻ, നേരം വെളുക്കുന്ന മുതൽ രാത്രി വരെയും പിതാവ് തന്നെ ഫലമേൽപ്പിച്ച മഹത്തായ ശുശ്രൂഷ നിർവഹിച്ച ശേഷം രാത്രിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ തൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള നിരന്തരമായ ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു കണക്ഷൻ നമുക്കറിയാൻ പറ്റുന്നത് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ്. താൻ കടന്നുപോയ പ്രതിസന്ധികളുടെ നടുവിൽ പോലും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യത കൊടുത്തു. നമുക്കറിയാം, ഗത്സമന തോട്ടത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ താൻ ഏറ്റെടുക്കുമ്പോഴും യേശു കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, അവൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിത്തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. നോക്കുക, അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം സാധിച്ചെടുക്കുന്നതല്ല. പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടിയുള്ളതാണ് പ്രാർത്ഥന. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഇഷ്ടങ്ങൾ മുഴുവൻ ദൈവസന്നിധിയിൽ നിരത്തിവെച്ച്, മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്കൊത്തിരി ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമുണ്ട്, നമുക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഡിസയേഴ്സ് ഉണ്ട്, അല്ലേ? ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആഗ്രഹിച്ചതുപോലൊക്കെ നമ്മൾ ആയിത്തീർന്നെങ്കിൽ നമ്മൾ ആരായിരുന്നേനെ? നമ്മൾ നിഗളിച്ചു പോകത്തില്ലായിരുന്നോ? നാം അഹങ്കരിച്ചു പോകത്തില്ലായിരുന്നോ? പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച പലതും ദൈവം നമുക്ക് തന്നില്ല. ഇപ്പം നമുക്ക് പറയാൻ പറ്റും, തരാത്തതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ.